ആ രീതിയിൽ വളരെ നിർണായകമാണ് സഭാ നടപടികൾ. വലിയ രീതിയിൽ എല്ലാ വിഷയങ്ങളും, ഈ ഉയർന്നു കേൾക്കുന്ന എല്ലാ വിഷയങ്ങളും സഭയ്ക്കുള്ളിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാവും ഉണ്ടാവുക. അതൊക്കെയും രാഷ്ട്രീയമായ നേട്ടങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ആ രീതിയിൽ അവതരിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുമാണ് വിനോദ് ചൂണ്ടിക്കാട്ടുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയാണ് ഇന്ന് ആരംഭിക്കാനിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലുള്ള വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വി വിനോദ്. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലിയ കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂരും സുരക്ഷാ ഉദ്യോഗസ്ഥൻ എസ് സന്ദീപും ചോദ്യം ചെയ്യലിനായി ഇന്ന് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം. എന്നാൽ ഇവർ ഹാജരാകില്ല എന്നാണ് ലഭ്യമാകുന്ന പുതിയ വിവരം. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, ഇത് നോട്ടീസ് നൽകിയ നടപടി പോലും വളരെ വൈകിയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് അവരുടെ ഓഫീസിലെത്തി ഈ നോട്ടീസ് കൈമാറിയത്. ഇന്ന് ഹാജരാകില്ല എന്ന വിവരങ്ങൾ വരുന്നു എന്നറിയുന്നു. നടപടികൾ വൈകിപ്പിക്കുക എന്നത് തന്നെ ആയിരിക്കുമോ ഉദ്ദേശം? തീർച്ചയായിട്ടും രേണുക, ഇതിനകത്ത് അതായത് ഈ സംഭവം നടന്ന ഡിസംബർ 15-നാണ് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ റോഡരികിൽ നിന്ന് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ പോലീസ് വരുതിയിലാക്കിയിട്ടും, അതായത് ലോക്കൽ പോലീസ് അവരെ വരുതിയിലാക്കിയിട്ടും പിന്നീട് പുറകെ വന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനം നിർത്തി അതിനകത്തു നിന്നാണ് അനിൽ കല്ലിയൂരും, ഗൺമാനായ അനിൽ കല്ലിയൂരും ഒപ്പം തന്നെ സന്ദീപും മറ്റ് കണ്ടാൽ അറിയാവുന്ന 2 സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ 2 ചെറുപ്പക്കാരെ മർദ്ദിച്ചത്. ഈ മർദ്ദനത്തിൽ ഇവരുടെ തലയ്ക്ക് പൊട്ടലേൽക്കുകയും ഒപ്പം തന്നെ അജയുടെ കൈ ഒടിയുകയും ചെയ്തിരുന്നു. ഈ തോമസിനും അജയ്ക്കും ഗുരുതരമായ പരിക്കേറ്റിട്ടും അത് നിയമം മറികടന്നുള്ള ആക്രമണമാണ് എന്നുള്ള രീതിയിൽ വലിയ വിമർശനം ഉയരുകയും ചെയ്തിട്ടും ഇവർ കേസുമായി പോലീസിനെ സമീപിച്ചപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസോ ജില്ലാ പോലീസ് മേധാവിയോ ആദ്യഘട്ടത്തിൽ തന്നെ കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് കോടതി ഇടപെടലിനെ തുടർന്നാണ് ഈ ചെറുപ്പക്കാരുടെ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുക്കാൻ പോലും സൗത്ത് പോലീസ് തയ്യാറായത്. ഈ സംഭവം കേസെടുക്കാനുള്ള നിർദ്ദേശം വന്ന് അതിനുശേഷവും 1 മാസം കഴിഞ്ഞിട്ടാണ് ഈ പ്രതികളായ ആളുകൾക്ക് ചോദ്യം ചെയ്യലിൽ ഹാജരാകുന്നതിനായി നോട്ടീസ് നൽകിയത്. അതായത് ഇവരുടെ അറസ്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ രേഖപ്പെടുത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇവർക്ക് തിരുവനന്തപുരത്ത് നേരിട്ടെത്തി തന്നെ നോട്ടീസ് നൽകുകയായിരുന്നു. അതിനുശേഷം മാത്രമാണ് നോട്ടീസ് സ്വീകരിക്കപ്പെട്ടതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിനിടയിൽ തന്നെ ഇവർ മുഖ്യമന്ത്രിയുമായി പല പരിപാടികളിലും പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് കോടതിയുടെ കേസെടുക്കാനായുള്ള നിർദ്ദേശം വരികയും FIR ഇടുകയും ചെയ്തതിനു ശേഷവും ഇവർ പല പരിപാടികളിലും പങ്കെടുത്തിരുന്നു. ഇന്നാണ് ഇവർ അതായത് സൗത്ത് പോലീസ് നൽകിയ നോട്ടീസ് പ്രകാരം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകേണ്ട തീയതി ഇന്നാണ്. പക്ഷെ ഇന്നും എത്താൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. നിയമസഭ അടക്കം നടക്കുന്നത് കൊണ്ടും മുഖ്യമന്ത്രിയുടെ സുരക്ഷ ചൂണ്ടിക്കാട്ടിയുമാണ് ഇവർ എത്താത്തത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നിയമസഭയും നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് വരാൻ കഴിയില്ലാത്തതെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്നും അവർ ഹാജരാവാൻ സാധ്യതയില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. വലിയ വിവാദങ്ങൾക്ക് ഇടവെച്ച സംഭവമാണ് ഇത്. അറിയാലോ, 2 ചെറുപ്പക്കാരെ, അതായത് KSUവിന്റെ നേതാവ് തോമസിനെയും ഒപ്പം തന്നെ അജയും, 2 പേർ മാത്രമാണ് പ്രതിഷേധവുമായി റോഡരികിൽ നിന്നിരുന്നത്. കനത്ത പ്രതിഷേധങ്ങളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ നീങ്ങാത്ത ഈ ചെറുപ്പക്കാരെ അരൂർ SI സാബുവിന്റെ നേതൃത്വത്തിൽ പിടിച്ചു മാറ്റിയതിനു ശേഷമാണ് പിറകെ വന്ന വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി സാധാരണ വിരുദ്ധമായി ഈ ഗൺമാനും ഒപ്പം തന്നെ ബാക്കിയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ ചെറുപ്പക്കാരെ അടിക്കുന്നത്. അടിയേറ്റ് വീണ അവരെ താഴെ വളഞ്ഞിട്ടടിക്കുകയും ഈ തോമസിന്റെ തല അടിയിൽ പൊട്ടുകയും ഒപ്പം തന്നെ അജയുടെ കൈ ഒടിയുകയും ചെയ്തിരുന്നു. അത്തരം സംഭവങ്ങൾ വലിയ ആക്ഷേപങ്ങൾക്ക് ഇടവരുത്തിയപ്പോഴും മുഖ്യമന്ത്രി താൻ ഇതൊന്നും കണ്ടിട്ടേ ഇല്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. മാത്രമല്ല ഈ സംഭവം തനിക്ക് അറിയേയില്ല എന്നുള്ള രീതിയിലുള്ള നിലപാടാണ് അദ്ദേഹം ഇപ്പോഴും സ്വീകരിക്കുന്നത്. മാധ്യമങ്ങളടക്കം ദൃശ്യങ്ങൾ വന്നിട്ടും ആ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. അതിന്റെയൊക്കെ തുടർച്ചയെന്ന് വേണം കരുതാൻ. ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരും 1 മാസമായിട്ടും അറസ്റ്റോ മറ്റു നടപടിക്രമങ്ങളിലേക്കോ ഒന്നും തന്നെ നീങ്ങാത്ത സാഹചര്യത്തിൽ ആ കേസ് മുന്നോട്ട് പോവുകയാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണങ്ങൾ പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണ്. വീണയുടെ പേര് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് നേരെ കയറിയാൽ അതിനെ പ്രതിരോധിക്കുമെന്നും കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്ര ഏജൻസികൾ നിരന്തരം ഇവിടെ വന്നു പോവുകയായിരുന്നു. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് തോമസ് ഐസക്, P രാജീവ്, AC മൊയ്തീൻ, മുഖ്യമന്ത്രിയുടെ മകൾ അടുത്ത മുഖ്യമന്ത്രിയിലേക്ക് എന്ന് പറയുന്നു. എങ്ങനെ? ഞങ്ങൾക്കൊരു ഭയവുമില്ല. ഞാനത് ആദ്യം വ്യക്തമാക്കിയതാണ്. ഇവരെന്തിനും പിന്നെ പോകും ഞങ്ങളില്ല. എല്ലാ EDയും വരും, അതുപോലെ തന്നെ CBIയും വരും. ഏതൊക്കെ വന്നാലും അതിനൊന്നും വഴങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല.
ഞങ്ങൾ തെറ്റായ ഒരു നിലപാട് അതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്നില്ല. ശരിയായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഏത് കേന്ദ്ര ഏജൻസി വന്നാലും കഴിഞ്ഞ പാർലമെൻറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇവരെല്ലാം 5-8 ഏജൻസി വന്നല്ലോ. അന്ന് സ്വർണവും കടത്തും എന്തൊക്കെയായിരുന്നു പ്രശ്നം. ഇപ്പോൾ ഇവിടെ അതെല്ലാം പോയേ ഒന്നുമില്ല. അതെല്ലാം പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ജനങ്ങൾക്ക് നന്നായിട്ട് തിരിച്ചറിയാനാവും. ഇപ്പോൾ എക്സാലോജിക്കാണ് ഏതായാലും അതിനൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യമില്ല. മകളാണ് അതല്ല നേരത്തെ എത്ര കൊല്ലായി പറയാൻ തുടങ്ങിയിട്ട് ഇപ്പം നല്ല മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ. ജാഗ്രതയെങ്കിലും ഈ മുഖ്യമന്ത്രിയുടെ മകളെ പോലെ ഇത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ്. ഈ CMR പോലുള്ള കമ്പനിയുമായിട്ടൊക്കെ CMR ഇപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട കരാറടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ കാര്യങ്ങൾ നീങ്ങിയത്. ഇവിടെ അതിനേക്കാളൊക്കെ വലിയ ഒരു റെസീറ്റും ഇല്ലാണ്ട് കോടാനുകോടി രൂപ വാങ്ങിയിട്ടുള്ള വിവിധ മേഖലകളുണ്ടായിരുന്നു. ഞാൻ അത് പത്രസമ്മേളനത്തിൽ പരസ്യമായിട്ട് പറഞ്ഞല്ലോ. എന്ത് അതിനെ പറ്റുന്ന ഒരൊറ്റയാൾ ഇഡിക്ക് യാതൊരു പ്രശ്നമില്ലാത്തത്, ഇഡിക്കും പ്രശ്നമില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന ബോർഡിനും പ്രശ്നമില്ല. ഇൻകം ടാക്സ് ബോർഡിൻ്റെയും കാര്യത്തിൽ യാതൊരു പ്രശ്നമില്ല. അതിൽ 70% കൃത്യമായ ഇളവ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് എന്തെങ്കിലും രേഖയുണ്ടായിരുന്നോ? അവർ പറയട്ടെ രേഖയുണ്ടായിരുന്നു. അപ്പോൾ ഇത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും. അതാ കാര്യം. വീണ കമ്പനി നടത്തുന്നതിനെ പറ്റിയൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങളുടെ പ്രശ്നം വീണയുടെ പേരും പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മേലെ കയറാനാണ് നടക്കുന്ന ശ്രമം. അതിനെ പ്രതിരോധിക്കാൻ ചെയ്യും. അതിനൊരു മുഖ്യമന്ത്രിയിലേക്ക് പോയതുകൊണ്ടാണ്. മുഖ്യമന്ത്രിയല്ലേ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിലേ മുഖ്യമന്ത്രിയുടെ മൈനസി പിന്നെന്തെല്ലാം അതിൻ്റെ അകത്ത് ആ കേസിൽ അതിനകത്ത് ആ പ്രയോഗങ്ങളിൽ നിന്ന് ഈ പ്രയോഗങ്ങളിൽ നിന്നെല്ലാം മുഖ്യമന്ത്രിയെ മൈനസ് ചെയ്യുക. പിന്നെന്താ ഉള്ളത്? ഇടുക്കി സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് കേരള കോൺഗ്രസ് എം. നിലവിലെ സീറ്റിന് പുറമെ കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്ന സീറ്റിൽ ഇടുക്കിക്കാണ് പ്രഥമ പരിഗണനയെന്ന് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ ശക്തി മേഖലയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കേണ്ടതാണ്. ഇക്കാര്യം മുന്നണി നേതൃത്വത്തെ അറിയിക്കുമെന്നും ജോസ് പാലത്തിനാൽ പറഞ്ഞു. കേരള കോൺഗ്രസ് എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ കേരള കോൺഗ്രസ് മത്സരിച്ചാൽ വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളെ സംബന്ധിച്ചും കേരള കോൺഗ്രസിന് താല്പര്യമുള്ള സീറ്റുകളെ സംബന്ധിച്ചും ഇടതുപക്ഷ മുന്നണി ചർച്ചയുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. സിറ്റിംഗ് സീറ്റിന് പുറമെ കേരള കോൺഗ്രസ് താല്പര്യപ്പെടുന്ന ആദ്യത്തെ സീറ്റ് പ്രഥമ പരിഗണന നൽകുന്നത് ഇടുക്കി സീറ്റിനാവും എന്ന കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമില്ല. കേരള കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള മണ്ഡലമാണ് ഇടുക്കി. കേരള കോൺഗ്രസും കൂടി ഭാഗമായതിനു ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറയിൽ വലിയ വർധനവ് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് ഇടുക്കിയിലെ രാഷ്ട്രീയ സാഹചര്യം. ഈ സാഹചര്യത്തിലെ ഇടുക്കി സീറ്റ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കുവാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കോട്ടയം സീറ്റ് ലഭിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായതോടെ പ്രചാരണം തുടങ്ങിവെച്ച കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഏറ്റുമാനൂരിൽ ചുവരെഴുതി. സീറ്റ് സംബന്ധിച്ച് ധാരണയായാലുടൻ ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് സ്ഥാനാർത്ഥി ചർച്ചയിലേക്ക് ജോസഫ് ഗ്രൂപ്പ് കടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ കോട്ടയത്തെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാർ കുറച്ച് മുന്നേ വലിയ ആവേശത്തിലാണ്. അവർ സ്ഥാനാർത്ഥിയെ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചുവർ എഴുത്ത് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോട്ടയം പാർലമെന്റ് മണ്ഡലം എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും എന്നോടൊപ്പം കുറച്ച് ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ നിൽക്കുന്നുണ്ട്. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിനു ചങ്ങളം ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് ആയിട്ടില്ല, പക്ഷേ മുൻപേ ആവേശമാണോ? അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 2 മാസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിനെന്നാണ് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പം തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കം എന്ന് പറയുന്നത് അത് ചുവരെഴുതിക്കൊണ്ടാണ്. സാധാരണ അത് പരമ്പരാഗതമായിട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഉടമകളുടെ കൺസെൻ്റൊക്കെ മേടിച്ച് കൺസെൻ്റ് ലെറ്ററോടുകൂടിയൊക്കെ വേണം നമ്മൾ ചുവരെഴുതാനായിട്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പ്രചരണം, ബാക്കി കാര്യങ്ങൾ, സ്ഥാനാർത്ഥി കാണാൻ പോകുന്ന പ്രധാനപ്പെട്ട പൗരപ്രമുഖരെ കാണാൻ പോവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചുവര് എല്ലാം കൺസെൻ്റൊക്കെ മേടിച്ച് നമ്മളിത് വൈറ്റ് അടിച്ച് ഏതാണ്ട് സ്ഥാനാർത്ഥിയുടെ പേരില്ലാതെ ബാക്കി മുഴുവൻ കാര്യങ്ങളും എഴുതി വെച്ചാൽ സ്ഥാനാർത്ഥിയെ UDF പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മൾ സ്ഥാനാർത്ഥിയുടെ പേരും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. UDF ആരെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചാലും ആ സ്ഥാനാർത്ഥിക്കൊപ്പം ഞങ്ങൾ സജീവമായിട്ട് രംഗത്തുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർക്ക് ആവേശം പകരാൻ കൂടിയാണ് മുൻപേ തന്നെ ഞങ്ങൾ മുൻപേ പറക്കുന്ന പക്ഷിയായി
അങ്ങ് മാറിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ തവണ നിങ്ങൾ ജയിപ്പിച്ച ആൾ അപ്പുറത്ത് പോയി, അതിന്റെ അയാളെ തോപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടിയുണ്ടോ എത്ര നേരത്തെ ഇറങ്ങുന്നത്? UDF വിജയിക്കുക എന്നുള്ളതാണ്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാളുകളായി UDFന്റെ ഒരു പാർലമെന്റ് അംഗം വിജയിച്ചു പോയിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ UDFനെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു ശ്രമം ഉണ്ട്. കഴിഞ്ഞ തവണ UDFൽ ജയിച്ചിട്ട് ഇടതുപക്ഷത്തേക്ക് അദ്ദേഹം മാറുകയുണ്ടായി. അതുകൊണ്ട് ഊർജിത വീര്യത്തോടുകൂടി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ UDF അംഗങ്ങൾ, UDF പ്രവർത്തകർ, നേതാക്കൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് UDFന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ജോസഫ് ഗ്രൂപ്പിനാണ് സീറ്റ് എന്നുള്ളത് ഏതാണ്ട് അംഗീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനപ്പുറത്തേക്ക് അപ്പൊ ജോസഫ് ഗ്രൂപ്പിൽ ഒരു ലോഡ് ആളുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആരാകും സ്ഥാനാർത്ഥി എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടോ? ഒരു കൺഫ്യൂഷനും നമുക്ക് ഇല്ല. കാരണം പാർട്ടി ചെയർമാനാണ് ഈ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അദ്ദേഹത്തെ ഉന്നതാധികാര സമിതി കാര്യങ്ങളൊക്കെ ചുമതലപ്പെടുത്തുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ അദ്ദേഹം പാർട്ടി ചെയർമാന്റെ വാക്ക് ഞങ്ങൾ ശിരസാ വഹിക്കും. ഒരു സസ്പെൻസ് ആയിരിക്കും. അല്ലല്ല, പാർട്ടി ചെയർമാൻ ആരെ പ്രഖ്യാപിച്ചാലും അവരെ അംഗീകരിച്ച് അവർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുക എന്നുള്ള മാത്രമേ ഞങ്ങളെ സംബന്ധിച്ചുള്ളൂ. ഇപ്പൊ ബിനു ചങ്ങലത്തെ പ്രഖ്യാപിച്ചാലും നമ്മളൊരു സാധാരണ മനുഷ്യനാണ്. എന്തായാലും വലിയ ആവേശത്തിലാണ് അവർ. നേരത്തെ തന്നെ ഇറങ്ങുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. പാർട്ടിയാണ് തീർച്ചയായും അവർ പറയുന്ന പോലെ പാർട്ടിയാണ് ഔദ്യോഗികമായി UDF തീരുമാനിക്കണം. പക്ഷേ പാർട്ടി UDF ആർക്കാണ് തീരുമാനിക്കണം, പാർട്ടി ആരാണ് സ്ഥാനാർത്ഥി എന്ന് പാർട്ടി ചെയർമാൻ PJ ജോസഫ് തന്നെ പ്രഖ്യാപിക്കും എന്നുള്ള അച്ചടക്കമുള്ള പ്രവർത്തകരുടെ ഒരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തിലേക്ക് ജോസഫ് ഗ്രൂപ്പ് പ്രവർത്തകർ കളത്തിലിറങ്ങിക്കഴിഞ്ഞു. ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള UDF ഉഭയകക്ഷി ചർച്ചകൾ തുടരുകയാണ്. ഇന്ന് ലീഗ് നേതൃത്വവുമായി UDF നേതാക്കൾ ചർച്ച നടത്തും. ഒരു സീറ്റ് അധികമായി വേണമെന്ന നിലപാടിലാണ് ലീഗ്. KPCC അധ്യക്ഷൻ K സുധാകരൻ, UDF കൺവീനർ MM ഹസൻ തുടങ്ങിയ നേതാക്കൾ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കും. നിയമസഭ നടക്കുന്നതിനാൽ വൈകുന്നേരമാകും UDF ഉഭയകക്ഷി ചർച്ച നടക്കുക. കണ്ടല സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPI മുൻ നേതാവ് ഭാസുരാംഗന്റെ ജാമ്യാപേക്ഷ കല്ലൂർ PMLA കോടതി ഇന്ന് പരിഗണിക്കും. തട്ടിപ്പിൽ 6 പ്രതികൾക്കെതിരെ ED ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 3,22 ലക്ഷം രൂപയുടെ ക്രമക്കേട് ഭാസുരാംഗനും കുടുംബവും നടത്തി എന്നാണ് EDയുടെ കുറ്റപത്രം. അറസ്റ്റിലായി റിമാൻഡിലുള്ള CPI നേതാവും ബാങ്ക് മുൻ പ്രസിഡന്റുമായ N ഭാസുരാംഗൻ, മകൻ അഖിൽജിത്ത് എന്നിവർക്ക് പുറമെ N ഭാസുരാംഗന്റെ ഭാര്യ B ജയകുമാരി, മകൾ അശ്വതി RB, അശ്വതിയുടെ ഭർത്താവ് BR ബാലമുരുകൻ, മറ്റൊരു മകൾ അഭിമ MB എന്നിവരാണ് മറ്റു പ്രതികൾ. അറസ്റ്റിലായ 1-ാം പ്രതി N ഭാസുരാംഗനും 2-ാം പ്രതി മകൻ അഖിൽജിത്തും റിമാൻഡിലാണ്. KSRTC MD സ്ഥാനത്ത് നിന്ന് ബിജു പ്രഭാകറിനെ മാറ്റിയേക്കുമെന്ന സൂചന. ഗതാഗത മന്ത്രിയും MDയുമായുള്ള പൊരുത്തക്കേടാണ് ഇതിന് കാരണം. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനിടെ KSRTC MD ബിജു പ്രഭാകർ വിദേശയാത്രയിലുമാണ്. മന്ത്രിയെ പിന്തുണച്ച് സർക്കാരിനെ അടിക്കുക എന്ന ലക്ഷ്യം പ്രതിപക്ഷത്തിനുമുണ്ട്. മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത് ഒരാഴ്ചക്കിടെ തന്നെ ഗണേഷ് കുമാർ പ്രസ്ഥാന വിവാദത്തിൽ കുരുങ്ങി. ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലെന്ന പ്രസ്താവന വിവാദമായതിന് പിന്നാലെ ഇനി കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. എന്നാൽ ആധികാരികമായി കാര്യങ്ങൾ വിശദീകരിക്കേണ്ട MD നിയമസഭാ സമ്മേളനകാലത്ത് വിദേശയാത്രയിലാണ്. ചുരുക്കത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ മന്ത്രിയോ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനോ ഇല്ലാത്ത അവസ്ഥ. ഗണേഷ് കുമാറുമായുള്ള അഭിപ്രായ ഭിന്നത MD സ്ഥാനത്ത് നിന്ന് ബിജു പ്രഭാകറെ ഒഴിവാക്കുന്നതിന് ഇടയാക്കുമെന്ന സൂചനകളും ഇതിനിടെ പുറത്തുവരുന്നു. ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്ന പ്രസ്താവന വിവാദമായതോടെ MDയോട് സർവീസ് സംബന്ധിച്ച കണക്കുകൾ മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. മന്ത്രിക്ക് നൽകും മുൻപ് റിപ്പോർട്ട് ചോർന്നു എന്നത് മാത്രമല്ല, ലാഭത്തിലാണെന്ന കണക്കുകൾ ഗണേഷ് കുമാറിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു. ഇലക്ട്രിക് ബസ്സുകൾ ഇനി വാങ്ങില്ലെന്ന മന്ത്രിയുടെ പ്രസ്താവനയെ തള്ളി CPM നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. സഭാ സമ്മേളനകാലത്ത് സർവീസുകൾ നഷ്ടമാണെന്ന കണക്ക് മന്ത്രി നിരത്തിയാൽ MDക്ക് അത് തിരിച്ചടിയാകും. എന്നാൽ ലാഭനഷ്ടക്കണക്കുകളിലേക്ക് കടക്കാതെ പരിസ്ഥിതി സൗഹൃദ നിലപാട് എന്ന നിലയിലാണ് CPM വിവാദത്തിൽ വ്യക്തത വരുത്തിയത്. കോൺഗ്രസ് MLA M വിൻസെന്റ് ഗതാഗത മന്ത്രിയെ കഴിഞ്ഞ ദിവസം പിന്തുണച്ചിരുന്നു. ഇത് യാദൃച്ഛികമല്ല. ഭരണപക്ഷത്തു നിന്ന് തന്നെ വടിയെടുത്ത് സർക്കാരിനെ അടിക്കുകയെന്നതാണ് തന്ത്രം. സ്വിഫ്റ്റിന് കീഴിൽ വരുന്ന ഇലക്ട്രിക് ബസ്സുകളെ തള്ളിപ്പറയുന്നതോടെ KSRTC ജീവനക്കാരുടെ പിന്തുണ ആർജിക്കാമെന്ന ലക്ഷ്യവും UDFനുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ബീഹാറിലെ സാഹചര്യങ്ങൾ എന്ത് എന്ന് പരിശോധിക്കാം. ബീഹാറിൽ 9 കോൺഗ്രസ് MLAമാരുടെ കാര്യത്തിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല.
ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഘേലിനെ കോൺഗ്രസ് MLA-മാരുമായി സംസാരിക്കാൻ നിയോഗിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ബീഹാറിൽ പ്രവേശിക്കും. നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി സഖ്യം വിട്ട ശേഷമാണ് ന്യായ് യാത്ര ബീഹാറിൽ എത്തുന്നതെന്ന പ്രത്യേകതയുണ്ട്. ബംഗാളിൽ നിന്നാണ് ന്യായ് യാത്ര ബീഹാറിലേക്ക് കടക്കുന്നത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, ഇന്ത്യ മുന്നണിയുടെ അടിത്തള ഇളക്കിക്കൊണ്ടാണ് നിതീഷ് മറുകണ്ഠം ചാടിയിരിക്കുന്നത്. എന്തായാലും രാഹുലിന്റെ യാത്ര അവിടെ പ്രവേശിക്കുകയാണ്. നേരത്തെ തന്നെ അതിൽ പങ്കെടുക്കില്ല എന്ന കാര്യം നിതീഷ് കുമാർ വ്യക്തമാക്കിയിരുന്നതാണ്. എന്നാലും രാഷ്ട്രീയ സാഹചര്യം എന്താണ്? കോൺഗ്രസിന് ഈ MLA-മാരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ മറ്റൊരു തിരിച്ചടി കൂടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ? രേണുക, ഇന്ത്യ മുന്നണിയുടെ അടിത്തറ ഇളക്കിക്കൊണ്ട് തന്നെയാണ് നിതീഷ് കുമാർ ഈ സഖ്യം വിട്ടിരിക്കുന്നത്. വലിയ തിരിച്ചടിയാണ് ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയുടെ തുടക്കത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കാൻ ഒരു സഖ്യം എന്ന പേരിൽ ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രഗത്ഭനായി നിന്നിരുന്ന ഒരു വ്യക്തിയാണ് നിതീഷ് കുമാർ. ഒപ്പം തന്നെ ഈ ജാതി സെൻസസ് എടുത്തു പറഞ്ഞു കൊണ്ടുവന്ന വ്യക്തി കൂടിയാണ്. ഇതെല്ലാം തന്നെ വലിയ തിരിച്ചടിയാണ് ഇന്ത്യ മുന്നണി സഖ്യത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ നിതീഷ് കുമാർ ഇറങ്ങിപ്പോയ ഒരു പശ്ചാത്തലത്തിൽ JDU-വിനെ നിന്ന് ചിലരെ അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങൾ RJD-യും കോൺഗ്രസും നടത്തിയിരുന്നു. എന്നാൽ അതിന് തിരിച്ചടിയായി മറ്റൊരു ശ്രമവും ഈ BJP NDA സഖ്യത്തിൽ നിന്ന് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഈ MLA-മാരുമായി ഇപ്പോൾ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത്. 9 ആകെ 19 MLA-മാരാണ് കോൺഗ്രസിന് ബീഹാറിലുള്ളത്. അതിൽ 9 MLA-മാരുമായി ഇപ്പോൾ നേതൃത്വത്തിന് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നാണ് വിവരം. ഇന്നലെ മുതൽ തന്നെ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയോഗം വിളിച്ചിരുന്നു. വിളിച്ചപ്പോഴാണ് ഇവരെ ബന്ധപ്പെടാൻ സാധിക്കാതിരുന്നത്. ഇവർ കൂറുമാറിയോ എന്നതുൾപ്പെടെയുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ്. ഏതായാലും ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഘേലിനെ ഇവരുമായി ബന്ധപ്പെടാനും കാര്യങ്ങൾ വിശദീകരിക്കാനും നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ബീഹാറിൽ പ്രവേശിക്കുകയാണ്. ബംഗാളിൽ നിന്നാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര പ്രവേശിക്കുന്നത്. ബംഗാളിൽ എത്തിയപ്പോഴും മമതാ ബാനർജി ഈ യാത്രയുടെ ഭാഗമായിരുന്നില്ല. ചെറിയ തോതിലുള്ള ഇടച്ചിൽ, മമതയും സഖ്യവും വലിയ തോതിലുള്ള ഇടച്ചിൽ ഈ മമതയും കോൺഗ്രസും തമ്മിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ബീഹാറിലേക്ക് യാത്ര എത്തുന്നത്. നിതീഷ് കുമാർ ഇതിൽ പങ്കെടുക്കണം. ഈ യാത്രയിൽ ഈ മഹാസഖ്യത്തിൽ നിന്ന് ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടതിനു ശേഷമാണ് ഇപ്പോൾ ഈ യാത്ര എത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും നിതീഷ് NDA സഖ്യത്തിന്റെ ഇനിയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ചും നിതീഷിനെ കൂടെ കൂട്ടാൻ കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണ് BJP വെച്ചു പുലർത്തുന്നത്. കഴിഞ്ഞ തവണ 6 സീറ്റുകളാണ് ബീഹാറിൽ BJPക്ക് ലഭിച്ചത്. JDU-മായി ചേരുമ്പോൾ ഇതിൽ വലിയൊരു വർധനയുണ്ടാക്കാൻ സാധിക്കും എന്ന് ഇവർ കരുതുന്നു. കാരണം 40 സീറ്റുകളാണ് ആകെ ബീഹാറിൽ ഉള്ളത്. പ്രത്യേകിച്ചും 36% വരുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കിടയിൽ ഇപ്പോഴും നിതീഷിന് സ്വാധീനമുണ്ട് എന്നാണ് BJP കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് 9 സീറ്റ് വരെ ബീഹാറിൽ നേടാം എന്നൊരു കണക്കുകൂട്ടൽ ഇവർക്കുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പതിവാദിയിൽ എത്തി നിൽക്കെ ബീഹാറിൽ നിർണായകമായ രാഷ്ട്രീയ നീക്കമാണ് BJP നടത്തുന്നത്. അത് എതിർചേരിയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നുമുണ്ട്. രേണുക, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് പരീക്ഷാ പേ ചർച്ച. രാവിലെ 11-ന് പ്രധാനമന്ത്രി കുട്ടികളെയും മാതാപിതാക്കളെയും അഭിസംബോധന ചെയ്യും. ഡൽഹിയിലെ പ്രഗതി മൈതാനിയിലെ ഭാരത് മണ്ഡപത്തിലാണ് പരിപാടി. ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം 3000 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും 2 വിദ്യാർത്ഥികളും ഓരോ അധ്യാപകരും വീതം പ്രത്യേക അതിഥികളാകും. ചർച്ചയുടെ 7ാം പതിപ്പാണ് ഇന്ന് നടക്കുന്നത്. ഇടവേള. സജീവമാണ്. അമൂലുഞ്ചാരടുണ്ടോ ചവിട്ടി നേരത്താനേ കോഴിക്കോട്ടങ്ങാടി നേരത്തിനായി പോകുമ്പോ മുലുഞ്ചാരടുണ്ടോ ചവിട്ടി നേരത്താനേ. മാതാപിതാക്കളിൽ നിന്നും സ്വായത്തമാക്കിയ കല പിന്നീട് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും ജനകീയമാക്കുകയുമാണ്
തൊഴിലുറപ്പ് തൊഴിലാളി കൂടിയായ തങ്കമ്മ. അരനൂറ്റാണ്ടിലേറെയായി ഈ മേഖലയിൽ തങ്കമ്മയുണ്ട്. തങ്കമ്മയുടെ നേതൃത്വത്തിലുള്ള 30-അംഗ സംഘം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചവിട്ടുകളി അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ സംസ്ഥാന ഫോക്ലോർ പുരസ്കാരം തങ്കമ്മയെ തേടിയെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് 2022 സംസ്ഥാന ഫോക്ലോർ പുരസ്കാരം പ്രഖ്യാപിച്ചത്. പുരസ്കാരം ലഭിച്ചുവെന്ന് കരുതി തന്റെ തൊഴിലുറപ്പ് തൊഴിൽ ഒഴിവാക്കി ആഘോഷിക്കാനൊന്നും തങ്കമ്മ തയ്യാറല്ല. സഹപ്രവർത്തകർക്കൊപ്പം പുരസ്കാരത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് ജോലിയിൽ സജീവമാണ് തങ്കമ്മ. ഒരു 10-30 കൊല്ലമൊക്കെ ആയിരുന്നു ഈ പരിപാടിയിൽ ഞങ്ങളിങ്ങനെ പോയി തുടങ്ങിയിട്ട്. ഞങ്ങളെ അച്ഛനും അമ്മയും ഞങ്ങളെ കാരണന്മാരായ കാലത്ത് ഈ പരിപാടി നടത്തിയിരുന്നതാണ്. ഞങ്ങൾ കുട്ടികളാകുമ്പോൾ ഇത് പോയി ശീലിച്ച് വന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിത് അത് പഠിഞ്ഞു. ഇപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു കലയോട് കൂടി ഞങ്ങളിങ്ങനെ കൊണ്ടടക്കുന്നുണ്ട്. ആ കലയിൽ പോയിട്ടാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ കിട്ടിയത്. വാർദ്ധക്യത്തിലും ഈ പാരമ്പര്യകല അന്യം നിന്ന് പോകരുത് എന്ന് കരുതിയാണ് ഈ രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇന്ന് യുവതലമുറയ്ക്കും ചവിട്ടുകളിയിൽ പരിശീലനം നൽകുന്നു. കുടുംബാംഗങ്ങളുടെ പിന്തുണയും ഈ രംഗത്ത് തുടരാൻ തങ്കമ്മയ്ക്ക് സഹായകമാകുന്നു. തൊഴിലുറപ്പ് ജോലികൾക്കിടയിൽ ഒപ്പമുള്ളവരും തങ്കമ്മയ്ക്കൊപ്പം ചവിട്ടുകളി ഗാനങ്ങൾ ആലപിച്ച് വാർത്തകളിലേക്ക് വേണ്ട. ലോകം പലതരം മുറിവുകളിലൂടെയും കടന്നുപോയപ്പോൾ സാഹിത്യം ഔഷധമായി മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാറാ ജോസഫ് പതാക ഉയർത്തിയതോടെയാണ് സാഹിത്യോത്സവത്തിന് തുടക്കമായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തു. ലോക ഇന്ത്യൻ മലയാള സാഹിത്യത്തിന്റെ പരിച്ഛേദമാണ് സാഹിത്യോത്സവമെന്ന് മുഖ്യമന്ത്രി. രാഷ്ട്രീയവും സാമൂഹികവുമായ നവചിന്തകൾക്ക് ചർച്ചകളിൽ അർഹമായ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സമൂഹത്തിന്റെ സാംസ്കാരിക നവീകരണം മാത്രമാണ് സാഹിത്യോത്സവത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി. സാഹിത്യോത്സവങ്ങൾ ഇന്ന് മലയാളികൾക്ക് പുതുമയല്ല. പക്ഷേ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള പേര് സൂചിപ്പിക്കും പോലെ ജനങ്ങളുടെ സ്വന്തം സാഹിത്യോത്സവമാണ്. വ്യക്തിപരമോ സംഘടനാപരമോ ആയ താല്പര്യങ്ങളൊന്നുമില്ലാതെ സമൂഹത്തിന്റെ സാംസ്കാരിക നവീകരണം മാത്രം ലക്ഷ്യമാക്കിയാണ് ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വിഷയ വൈവിധ്യം കൊണ്ടും ആശയങ്ങളുടെ കരുത്തുകൊണ്ടും മലയാളികൾക്ക് ഇതുവരെ ഇല്ലാത്തൊരനുഭവമായിരിക്കും ഈ സാഹിത്യോത്സവം എന്ന് ഉറപ്പുണ്ട്. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ മന്ത്രി കെ രാജനും ഫെസ്റ്റിവൽ ബുക്ക് മന്ത്രി ആർ ബിന്ദുവും പ്രകാശനം ചെയ്തു. നടൻ പ്രകാശ് രാജ്, അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ, സെക്രട്ടറി അബൂബക്കർ, കളക്ടർ കൃഷ്ണതേജ, വിജയരാജമല്ലിക തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. 3 വേദികളിലായി ഫെബ്രുവരി 3 വരെയാണ് സാഹിത്യോത്സവം. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി 500ഓളം എഴുത്തുകാരും ചിന്തകരും സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് 18 തൃശൂർ. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ഫെബ്രുവരി 20 ആരംഭിക്കും. ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. 48 കോടി മുടക്കി ആധുനിക സൗകര്യങ്ങളുള്ള സ്റ്റേഡിയമാണ് നിർമ്മിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിലെ കായിക പ്രേമികളുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. 48 കോടി രൂപ ചെലവിലാണ് പുതിയ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. സിവിൽ വിഭാഗത്തിന്റെ പണികളാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കുക. 9 ലൈൻ സിന്തറ്റിക് ട്രാക്ക്, ഹോക്കി, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ എന്നിവയ്ക്കുള്ള പ്രത്യേക ഗ്രൗണ്ടുകൾ, സ്വിമ്മിംഗ് പൂൾ, സ്പോർട്സ് കൗൺസിലിന്റെ ഓഫീസ്, കായിക താരങ്ങൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യം എന്നിവ സ്റ്റേഡിയത്തിലുണ്ടാകും. ഇത് 48 കോടി രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ എസ്റ്റിമേറ്റ് ഉള്ളത്. അതിൽ 37 കോടി രൂപയുടെ പണികളാണ് ആദ്യം ആരംഭിക്കുന്നത്. സിവിൽ വിഭാഗം പണികളാണ് ആദ്യം ആരംഭിക്കുന്നത്. അതിനുശേഷം ബാക്കിയുള്ള ടെൻഡർ നടപടികളോട് പൂർത്തീകരിച്ച് ബാക്കിയുള്ള പണികളോട് ആരംഭിക്കും. നിലവിലുള്ള സ്റ്റേഡിയം 2 അടി മണ്ണിട്ടുയർത്തും. ആദ്യഘട്ടത്തിൽ 37 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആരംഭിക്കും. നിലവിൽ പരിമിതമായ സൗകര്യങ്ങളിലാണ് കായിക താരങ്ങൾ പരിശീലനം നടത്തുന്നത്. പുതിയ സ്റ്റേഡിയം പൂർത്തിയാകുന്നതോടെ ഇതിന് പരിഹാരമാകും. ന്യൂസ് 18 പത്തനംതിട്ട. ഒക്കിനോവിയൻ ബൂഡോ കപ്പ് ദേശീയ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് കൊച്ചിയിൽ നടന്നു. 6 മുതൽ 60 വയസ്സുവരെയുള്ള നിരവധി പേരാണ് മത്സരത്തിൽ ഏറ്റുമുട്ടിയത്. വിജയികൾ ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടി. കത്ത, കുമിത്, കൊബ്യൂഡോ, ടീം കത്ത തുടങ്ങിയ വിഭാഗങ്ങളിലായിരുന്നു മത്സരം. 6 മുതൽ 60 വയസ്സുവരെയുള്ളവർ പല വിഭാഗങ്ങളിലായി ഒക്കിനാവൻ ബ്യൂഡോ കപ്പിൽ മത്സരിച്ചു. സംസ്ഥാനത്തിന് പുറത്തുനിന്നും നിരവധി പേരെത്തി.
ഓഗസ്റ്റിൽ ജപ്പാനിലെ ഒക്കിനാവയിലാണ് ലോക ചാമ്പ്യൻഷിപ്പ് നടക്കുക. ഇത് 1000-ന് മേളിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. 4 സ്ഥലത്തായിട്ടാണ് മത്സരം നടക്കുന്നത്. 5 സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികളുണ്ട്. വിവിധ കാറ്റഗറി ഉണ്ട്. 6 വയസ്സ് മുതൽ മേളിലേക്ക് എല്ലാ കാറ്റഗറിയും മെൻ ആൻഡ് വുമൺ കാറ്റഗറി വരെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കത്ത, കുമിത്ത് മീൻസ് ഫൈറ്റിംഗ്, വെപ്പണറി, കുബുഡോ എന്നീ വിവിധ കാറ്റഗറിയിലായിട്ടാണ് മത്സരം നടക്കുന്നത്. ഇതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കമ്മിങ് ഓഗസ്റ്റിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് അടക്കമുണ്ട്. ഒക്കിനവ ഈ മാർഷൽ ആർട്ട് ഐലൻഡാണ് ജപ്പാനിൽ. അവിടെ വെച്ച് നടക്കുന്ന 16 വയസ്സിന് താഴെയുള്ള ജൂനിയർ ലെവൽ ടീം സെലക്ഷൻ കൂടി ഇതിൽ നടക്കുന്നത്. ക്യൂഡോക്കാൻ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിൽ 850 മത്സരാർത്ഥികളാണ് ബൗട്ടിലെത്തിയത്. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് വടകരയിൽ റെയിൽവേ ലൈനിനോട് ചേർന്ന് താമസിക്കുന്നവരുടെ കാർഷിക വിളകൾ വെട്ടിയതിൽ പ്രതിഷേധം. പുതുപ്പണത്തും ഇരിങ്ങലിലും ഉൾപ്പെടെ പലയിടത്തും തെങ്ങും വാഴയും മരങ്ങളും മുറിച്ചുമാറ്റി. സ്ഥിരമായി കൃഷി ചെയ്യുന്നവരും അത് ഉപജീവനമാക്കിയവരുമാണ് റെയിൽവേയുടെ നടപടി മൂലം വിഷമിക്കുന്നത്. സുരക്ഷയുടെ പേരിലാണ് മുറിച്ചുമാറ്റിയതെങ്കിലും പെട്ടെന്നുണ്ടായ നടപടിയിൽ പ്രയാസം നേരിടുകയാണ് ഇവിടുത്തുകാർ. പുതുപ്പണത്ത് മാത്രം കുലയ്ക്കാറായ 50-ലേറെ വാഴകളും നിരവധി തെങ്ങുകളും വെട്ടിമാറ്റി. സമീപ സ്ഥലങ്ങളിലും ഇതേ നിലയിൽ തെങ്ങുകൾ ഉൾപ്പെടെ മുറിച്ചുമാറ്റിയിട്ടുണ്ട്. ഒരു 25 കൊല്ലമായാലും വരെ റെയിലിൻ്റെ മുകളിൽ എത്താത്ത വാഴ, ആ വാഴയാണ് ഇപ്പോൾ ഒരു 50ഓളം കൊലക്കാറായ വാഴയും കൊലച്ചടക്കുള്ള വാഴ വെട്ടി നിർത്തി കഴിഞ്ഞ്. ഇപ്പോൾ പിന്നെ വീടുകളിൽ പറമ്പിൽ കയറിയിട്ട് ഒരു അനുമതി ഇല്ലാണ്ടാണ് നമ്മൾ സാധനങ്ങൾ മരങ്ങളെല്ലാം വെട്ടി മുറിച്ച് കളഞ്ഞത്. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞ വർഷം നോട്ടീസ് തന്ന് 2 തെങ്ങ് മുറിക്കാൻ പറഞ്ഞ് 3500 രൂപയും തന്ന് ഞാൻ 2 തെങ്ങ് മുറിച്ചു. ഇവയിൽ നിന്ന് മാത്രം ഉപജീവന മാർഗം കണ്ടെത്തിയ പലർക്കും വലിയ നഷ്ടമാണ് ഉണ്ടായത്. കാർഷിക വിളകൾ വെട്ടിമാറ്റിയതിനൊപ്പം ദേശീയപാതയിലേക്ക് കടക്കാനുള്ള സൗകര്യവും പലയിടത്തും റെയിൽവേ തടഞ്ഞിട്ടുണ്ട്. പ്രദേശവാസികൾക്ക് മറുവശം എത്താനുള്ള സൗകര്യവും റെയിൽവേ ഏർപ്പെടുത്തണമെന്ന് വടകര കൊയിലാണ്ടി നിവാസികൾ ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് 18 വടകര. മറുനാടൻ മലയാളി കർഷകർക്ക് സഹായവുമായി നാഷണൽ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ വിവിധ സേവന പദ്ധതികൾ ആരംഭിച്ചു. ബയോ കെമിസ്ട്രി ലാബും അഗ്രി സർവീസ് കേന്ദ്രവുമാണ് പുതുതായി തുടങ്ങിയത്. കർണാടക തഞ്ചൻകോട് ബേഗൂരിൽ വെച്ചായിരുന്നു പരിപാടി. ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കാൻ ഉദ്ദേശിച്ചാണ് കേരളത്തിന് പുറത്ത് കൃഷി ചെയ്യുന്നവരുടെ ക്ഷേമത്തിനായി 2021 നാഷണൽ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 600-ലധികം കർഷകർ ചേർന്നാണ് കാർഷിക മേഖലയ്ക്ക് പുത്തൻ ബദൽ നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഗുണമേന്മയുള്ള ജൈവവളം സ്വന്തമായി നിർമ്മിക്കുന്നതിനും മണ്ണ്, വെള്ളം, വളങ്ങൾ എന്നിവ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുമായി അഗ്രി സർവീസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. വലിയ വില കൊടുക്കേണ്ടി വരുന്ന ആ വളത്തിന്, അതായത് 1000 രൂപയും 900 രൂപയൊക്കെ അവർ വില കൊടുത്ത് വാങ്ങുന്ന ഒരു വളം ഞങ്ങൾക്ക് അതിനേക്കാൾ ക്വാളിറ്റിയോടുകൂടി ആദ്യം നമ്മളുടെ പ്രൈസ് 400 രൂപയായിരുന്നു. റോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റിയും അതിന്റെ പ്രൈസും കൂടിയതിനാൽ ഇപ്പോൾ നമ്മൾ 430 രൂപയ്ക്ക് കർഷകർക്ക് നല്ല ജൈവവളം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ബയോ കെമിസ്ട്രി ലാബിന്റെ ഉദ്ഘാടനം ബേഗൂർ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഡയറക്ടർ ജി ഗിരീഷും അഗ്രി സർവീസ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സിന്ധുവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹൊക്കർ നായക്കും നിർവഹിച്ചു. ഞങ്ങൾക്ക് ആവശ്യമുള്ള കർഷകർക്ക് ആവശ്യമുള്ള സാധന സാമഗ്രികൾ കമ്പനികളിൽ നിന്ന് നേരിട്ട് ഇടനിലക്കാരില്ലാതെ ഞങ്ങൾ ഇറക്കി ഞങ്ങൾ നേരിട്ട് കർഷകർക്ക് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് കർഷകർക്കുള്ള സംരംഭമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലാബിൻ്റെ മൈക്രോ ന്യൂട്രിയൻസ് അടക്കം pH എല്ലാം വളരെ കൃത്യമായി ചെയ്യാൻ പറ്റുന്ന അത്യാധുനിക മെഷീൻ സംവിധാനമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കർഷകരിവിടെ വന്ന് നമ്മുടെ മണ്ണും വെള്ളവും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം താമസിയാതെ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവരുടെ ടെസ്റ്റ് റിപ്പോർട്ട് അവർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഫെർട്ടിലൈസർ ഷോപ്പിന്റെ ഉദ്ഘാടനവും മൊബൈൽ അഗ്രി സർവീസ് സെന്ററിന്റെ ഉദ്ഘാടനവും നടന്നു. നാഷണൽ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ചെയർമാൻ ഫിലിപ്പ് ജോർജ് അധ്യക്ഷനായിരുന്നു. ന്യൂസ് 18 വയനാട്. കാസർഗോഡ്
വലിയ പറമ്പിൽ പാലിയേറ്റീവ് സംഗമത്തിൽ താരമായി 86-കാരി മാണിക്കമ്മ. ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച പരിപാടിയിലാണ് പ്രായത്തെ തോൽപ്പിക്കുന്ന പ്രകടനവുമായി മാണിക്കമ്മ എത്തിയത്. നാടൻ പാട്ട് കലാകാരൻ സുഭാഷ് ആറുകര വിളിച്ചപ്പോൾ പ്രായത്തിന്റെ അവശത മറന്ന് മാണിക്കമ്മ വേദിയിലേക്കെത്തി. പിന്നീട് നടന്നത് ഗംഭീര കലാപ്രകടനമായിരുന്നു. ആദ്യം കുശലം പറച്ചിലായിരുന്നു. മാണിക്കമ്മയുടെ കളങ്കമില്ലാത്ത വാക്കുകൾ കേട്ട് സകലരും പൊട്ടിച്ചിരിച്ചു. പിന്നെ ആർക്കുമറിയാത്ത പാട്ടുകൾ പാടി അത്ഭുതപ്പെടുത്തി. ഇന്നലെ പോയിട്ടും വന്നില്ലല്ലോ. 10 പൂറ്റി 10 തോന്നും ചേനക്കനാറ് കണ്ടെന്ന് തോന്നും. മലയാളം മക്കട്ട വയ്യ കുത്തും പെണ്ണ് മുക്കിന് വരുന്ന കരിയാൻ കുരിങ്ങട് ആരെ പാട്ടെന്ന് എലിരത്. അതിലുമേറെ ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു ഒപ്പനയ്ക്കും നാടൻ പാട്ടിനുമൊപ്പമുള്ള പ്രകടനം. പ്രായത്തിന്റെ അവശതയ്ക്കപ്പുറമാണ് മനസ്സിന്റെ ഉത്സാഹമെന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു വലിയ പറമ്പ പഞ്ചായത്തിന്റെ പാലിയേറ്റീവ് സംഗമവേദി. ആരോഗ്യ പ്രവർത്തകരും ആശാ വോളണ്ടിയർമാരും ജനപ്രതിനിധികളുമെല്ലാം പാട്ടും നൃത്തവുമായി പരിപാടി കൊഴുപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സജീവൻ ഇടയലക്കാട്, ഖാദർ പാണ്ഡ്യാല എന്നിവർ മുഴുനീള പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് 18 വലിയ പറമ്പ. പാലക്കാട് പുരുതൂർ ലൈബ്രറി പ്ലാറ്റിനം ജൂബിലി സമാപനോത്സവത്തിന്റെ ഭാഗമായി നടന്ന കലാപരിപാടികൾ വർണ്ണാഭമായി. ലൈബ്രറി മുറ്റത്ത് നടന്ന സാംസ്കാരിക സന്ധ്യ പ്രശസ്ത എഴുത്തുകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് ഉദ്ഘാടനം ചെയ്തു. പരുതൂർ ലൈബ്രറി ആൻഡ് റീക്രിയേഷൻ സെന്ററിന്റെ കഴിഞ്ഞ 1 വർഷമായി നടത്തിവന്നിരുന്ന പ്ലാറ്റിനം ജൂബിലി സമാപനോത്സവത്തിന് തുടക്കം. ലൈബ്രറി മുറ്റത്ത് നടന്ന സാംസ്കാരിക സന്ധ്യ എഴുത്തുകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് ഉദ്ഘാടനം ചെയ്തു. വായനശാല വൈസ് പ്രസിഡന്റ് M. മോഹൻദാസ് അധ്യക്ഷനായി. KC അലി ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന ഗാനസന്ധ്യയിൽ ഓട്ടിസത്തെ സംഗീതം കൊണ്ട് അതിജീവിച്ച ഗായകൻ R. നിരഞ്ജന്റെ ഗാനാലാപനം നടന്നു. നിരഞ്ജനെ വായനശാലയ്ക്ക് വേണ്ടി PV ഭാസ്കരൻ മൊമെന്റോ നൽകി അനുമോദിച്ചു. തുടർന്ന് നൃത്തനൃത്യങ്ങളും നാടകങ്ങളായ ഇന്റർവ്യൂ, മാർത്താണ്ഡന്റെ സ്വപ്നങ്ങൾ എന്നിവയും അരങ്ങേറി. പട്ടാമ്പി. ഉരുൾപൊട്ടലിൽ തകർന്ന കോഴിക്കോട് വിലങ്ങാട്ട് പുതിയ പാലം യാഥാർത്ഥ്യമായി. കഴിഞ്ഞ പ്രളയകാലത്താണ് പാലം തകർന്നത്. 3.25 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ പാലം നിർമ്മിച്ചത്. 2018-ലും 2019-ലും ഉരുട്ടിപ്പാലം തകരുകയും വെള്ളത്തിൽ മുങ്ങുകയും ചെയ്തിരുന്നു. ഇതോടെ വിലങ്ങാട്ടെ 100 കണക്കിന് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. താഴ്ന്ന ഭാഗത്തെ പാലം ശക്തമായ മഴക്കാലത്ത് പലപ്പോഴും മുങ്ങിപ്പോകുന്നതും പതിവായിരുന്നു. ഇതിന് പരിഹാരമായാണ് 3.2 കോടി രൂപ ചെലവഴിച്ച് പുതിയ പാലം നിർമ്മിച്ചത്. 2018 ലോകം കണ്ടത് ഏറ്റവും വലിയ പ്രളയം എന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ പ്രായത്തിനിടയിൽ ഇത്രയും വലിയൊരു പ്രളയം ഞങ്ങളൊന്നും ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ആ സമയത്ത് ഈ പാലം മൊത്തമായിട്ട് മുങ്ങിപ്പോയിട്ട് ഞങ്ങൾക്ക് പുറം നാടുമായിട്ട് ഗതാഗത സൗകര്യം ഒന്നും ഇല്ലായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ഒരു പാലം വന്നുകൊണ്ട് ഈ നാടിൻ്റെ മുഖച്ഛാദന മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായത്. പഴയ പാലത്തിൽ നിന്നും ഒരുപാട് ഉയരത്തിലായതുകൊണ്ട് ഇനി ഏത് തരത്തിലുള്ള വെള്ളപ്പൊക്കം വന്നാലും ഈ നാട് പുറംലോകമായിട്ട് ബന്ധപ്പെടാൻ ഞങ്ങൾക്ക് ഏറ്റവും സുഗമമായിട്ട് നടക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പാലം യാഥാർത്ഥ്യമായത് നാട്ടുകാർക്ക് ആശ്വാസകരമായി. പാലത്തിന്റെ ഉദ്ഘാടനം വിലങ്ങോട് നിവാസികൾക്ക് ആഘോഷമായി മാറി. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു പാലം എന്ന് പറഞ്ഞാൽ 2 കരകളെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ ആശ്വാസകരമായ ഒരു പദ്ധതി കൂടിയാണ്.
നാദാപുരം മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ടൂറിസം ഡെസ്റ്റിനേഷൻ രൂപപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. വിലങ്ങാട് മേഖലയിലും ഇത്തരം ടൂറിസം കേന്ദ്രങ്ങളുണ്ട്. ഉരുട്ടിപ്പാലം ടൂറിസം പദ്ധതികൾക്കും ഗുണകരമാവും. ന്യൂസ് 18 വടകര. പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡും പരിസരവും വൃത്തിയാക്കി ഇലന്തൂർ B.Ed കോളേജിലെ വിദ്യാർത്ഥികൾ. കോളേജിലെ NSS ക്യാമ്പിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ബസ്സുകൾ അടക്കം വൃത്തിയാക്കി സേവനം ചെയ്തത്. പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ബോധം വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡും പരിസരവും ഇലന്തൂർ B.Ed കോളേജിലെ വിദ്യാർത്ഥികൾ വൃത്തിയാക്കിയത്. ബസ്സുകൾ കഴുകിയും ബസ് സ്റ്റാൻഡിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തുമാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾ പങ്കാളികളായത്. പുതിയ മന്ത്രി ഗണേഷ് കുമാർ സാറിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം എല്ലാ വണ്ടികളും ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രമേ യാത്രകൾ വീണ്ടും പുനരാരംഭിക്കാവുന്ന ഒരു ഉത്തരവ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ദിവസം ഇതിനുവേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത്. കോളേജിലെ NSS ക്യാമ്പിന്റെ ഭാഗമായാണ് ശുചീകരണം നടത്തിയത്. 37 വിദ്യാർത്ഥികളാണ് ശുചീകരണത്തിൽ പങ്കാളികളായത്. പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ നമ്മൾ കോളേജിലെ B.Ed ട്രെയിനീസിന് അങ്ങനെയുള്ളൊരു ബോധം അവരിൽ ഉണ്ടാക്കുക, സമൂഹ നന്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് കുട്ടികളെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നത്. മെച്ചപ്പെട്ട യാത്രാ സൗകര്യം KSRTCയിൽ ഒരുക്കുന്നതിനുള്ള സർക്കാർ ശ്രമങ്ങളുടെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ നടത്തിയത്. ന്യൂസ് 18 പത്തനംതിട്ട. ഇടുക്കിയിൽ വിദ്യാർത്ഥിക്ക് വീടൊരുക്കിയ അധ്യാപക കൂട്ടായ്മ. നെടുങ്കണ്ടം കൂട്ടാറിലാണ് അധ്യാപക സംഘടനയായ KSTA വീട് നിർമ്മിച്ചു നൽകിയത്. സംസ്ഥാന വ്യാപകമായി KSTA നടപ്പിലാക്കുന്ന കുട്ടിക്കൊരു വീട് പദ്ധതിയുടെ ഭാഗമായാണ് കൂട്ടാറിലും വീട് നിർമ്മിച്ചത്. KSTA 31ാം സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ചാണ് സംസ്ഥാനത്തെ മുഴുവൻ ഉപജില്ലകളിലും ഓരോ വീട് വീതം നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. സംഘടനയുടെ നേതൃത്വത്തിൽ കണ്ടെത്തുന്ന അർഹരായ കുട്ടികൾക്കായാണ് വീടൊരുക്കുന്നത്. ഇതിനകം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി വീടുകൾ KSTA നിർമ്മിച്ചു. ഇടുക്കിയിൽ അടിമാലി, പീരുമേട്, തൊടുപുഴ സബ് ജില്ലകളിലെ പദ്ധതി നേരത്തെ പൂർത്തീകരിച്ചിരുന്നു. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഏറ്റവും അർഹമായ ഒരു കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുകയായിരുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിലായി 106 വീടുകളാണ് കേരളത്തിൽ ആകമാനം നിർമ്മിച്ചു നൽകിയത്. ഈ വർഷം 42 വീടുകൾ കൂടി പൂർത്തിയാക്കി താക്കോൽ കൈമാറ്റ പ്രക്രിയ നടന്നു വരികയാണ്. ഇടുക്കി ജില്ലയിൽ പൂർത്തീകരിച്ചത് 4 വീടുകളാണ്. നെടുങ്കണ്ടം സബ് ജില്ലയിൽ ഉൾപ്പെടുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും കൂട്ടാർ SNLP സ്കൂളിലും പഠിക്കുന്ന സഹോദരങ്ങൾക്കായാണ് വീടൊരുക്കിയത്. താക്കോൽദാനം ഉടുമ്പൻചോല MLA MM മണി നിർവഹിച്ചു. ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാനെടുത്ത തീരുമാനം തികച്ചും ഉചിതമാണ്. അത് എന്തുകൊണ്ടും വലിയ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ള കാര്യവും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ മാർഗം ഇനിയും തുടരണം. ന്യൂസ് 18 ഇടുക്കി. കലാസാംസ്കാരിക മേഖലയിൽ സജീവമായ പാലക്കാട് വാടനംകുറിശ്ശിയിലെ ആരഭി ഗ്രന്ഥശാല കലാസമിതി സുവർണ ജൂബിലി നിറവിൽ. വിവിധ കലാപരിപാടികളോടെ ആഘോഷം നടന്നു. ജനകീയ കലാസമിതിയായി ആരംഭിച്ച് ഒരു നാടിന്റെ കലാ, കായിക, സാംസ്കാരിക, സാമൂഹിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയ പ്രവർത്തനം കാഴ്ചവെച്ചതാണ് ആരഭി കലാസമിതി ഗ്രന്ഥശാല. ഗ്രന്ഥശാലയുടെ സിൽവർ ജൂബിലി ആഘോഷം വർണ്ണാഭമായി. ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു ആഘോഷം. സ്മൃതി മധുരം എന്ന പേരിൽ ആരബി കലാസമിതിയിലെ അംഗങ്ങളുടെ കുടുംബസംഗമത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. സാംസ്കാരിക സമ്മേളനം മുഹമ്മദ് മുഹ്സിൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വായന പഴയ രീതിയിലല്ല, വായനശാലകളുടെ പ്രവർത്തനങ്ങൾ പഴയ രീതിയിലല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്നും മാതൃകയായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ജനങ്ങൾക്കിടയിൽ എങ്ങനെ ഒരു സാംസ്കാരിക പ്രവർത്തനത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആരഭി വായനശാലയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ പ്രവർത്തനം. അത് മറ്റു വായനശാലകൾക്ക് കൂടി ഏറ്റവും വലിയ മാതൃകയാണ് എന്ന് ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്മൃതി മധുരം, സ്നേഹവിരുന്ന്, സാംസ്കാരിക സമ്മേളനം, കലാസന്ധ്യ, വർണ്ണസമന്വയം, സംഗീത നൃത്തശില്പം, മൊഴിനാടൻ കലാസംഘം അവതരിപ്പിക്കുന്ന നാടൻപാട്ട് എന്നിവ നടന്നു. ന്യൂസ് 18 പട്ടാമ്പി.
മലബാറിലെ സാമുദായിക സാംസ്കാരിക സൗഹൃദം ലക്ഷ്യം വെച്ച് പുതിയ കൂട്ടായ്മ നിലവിൽ വന്നു. മതസാമുദായിക ബന്ധം ഊട്ടിയുറപ്പിക്കുകയും സാമൂഹ്യ ബന്ധം തകർക്കുന്ന സങ്കുചിത ശ്രമങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയുമാണ് മലബാർ ഇനിഷ്യേറ്റീവ് ഫോർ ഹാർമണിയുടെ ലക്ഷ്യം. ഗോവ ഗവർണർ P.S. ശ്രീധരൻപിള്ള മതസാമുദായിക ഐക്യത്തിനായുള്ള പുതിയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. സർഗാത്മകത ഉയർന്നുവരുന്നതിലൂടെ സമൂഹത്തിലെ നിഷേധാത്മകത ഇല്ലാതാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജാഗ്രതയുള്ള സമൂഹം നിയമങ്ങളെക്കാൾ കരുത്തുള്ളതാണ്. ജനമനസ്സുകൾ ഒന്നിച്ചാൽ അസാധ്യമായതൊന്നുമില്ല. ഞാനൊരു ഹിന്ദു സ്ത്രീയുടെ ഉദരത്തിൽ, അമ്മയുടെ ഉദരത്തിൽ ജനിച്ചു. മറ്റൊരാള് സമദാനി ഒരു മുസ്ലിം ഉമ്മയുടെ ഉദരത്തിൽ ജനിച്ചു. അടുത്തിരിക്കുന്ന നമ്മുടെ എല്ലാം സമാരാധ്യയായ മേയർ ഒരു ക്രിസ്തീയ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചു. ഇത് നമ്മുടെ നിശ്ചയമാണ്. ഈസ് ഇറ്റ് എ ഡിസിഷൻ ഓഫ് us? ഈസ് ഇറ്റ് an ഓപ്ഷൻ? അപ്പൊ ദൈവനിശ്ചയങ്ങളാണ്. അതിനെ മതത്തിന്റെയും ജാതിയുടെയും ഒന്നും പേരിൽ വേർതിരിക്കാൻ പാടില്ലെന്ന് ലോകത്ത് ഏറ്റവും ശക്തമായി നിലകൊണ്ട സംസ്കാരത്തിന്റെ പിൻഗാമികളാണ് നമ്മൾ. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പരസ്പര ബഹുമാനത്തോടു കൂടിയ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പാരമ്പര്യവും രാജ്യത്തിന്റെ അഖണ്ഡതയും നിലനിർത്തുന്നതിനും ഞങ്ങൾ പ്രതിബദ്ധത പുലർത്തുന്നതാണ്. മിസ് ചെയർമാൻ P.V. ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി. വൈസ് ചെയർമാൻ M.P. അഹമ്മദ് ലോഗോ പ്രകാശനം ചെയ്തു. സെക്രട്ടറി P.K. അഹമ്മദ് സ്വാഗതം പറഞ്ഞു. ജനപ്രതിനിധികൾ, മതസാമുദായിക സാംസ്കാരിക രംഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി വെള്ളരിപ്രാവുകളെയും ത്രിവർണ്ണ ബലൂണും ആകാശത്തേക്ക് ഉയർത്തി. ന്യൂസ് 18 കോഴിക്കോട്. കോന്നി മെഡിക്കൽ കോളേജിൽ പ്രവർത്തന സജ്ജമായ പീഡിയാട്രിക് ഐസിയുവിന്റെയും ബോയ്സ് ഹോസ്റ്റലിന്റെയും ഉദ്ഘാടനം KU ജനീഷ് കുമാർ MLA നിർവഹിച്ചു. 16.68 ലക്ഷം മുടക്കിയാണ് പീഡിയാട്രിക് ICU നിർമ്മിച്ചത്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പീഡിയാട്രിക് ICU 16.68 ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മിച്ചത്. കൂടാതെ 1.68 കോടി രൂപ ചെലവഴിച്ച് 10 ICU ബെഡ്, 10 മോണിറ്റർ, 5 വെന്റിലേറ്റർ, ICU ഉപകരണങ്ങൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 12 കോടി രൂപ മുടക്കിയാണ് 5 നിലകളിലായി 200 കുട്ടികൾക്കായുള്ള ബോയ്സ് ഹോസ്റ്റൽ നിർമ്മിച്ചത്. കിച്ചൺ, മെസ് ഹാൾ, ഡൈനിങ് ഹാൾ, റീഡിംഗ് റൂം, ഗസ്റ്റ് റൂം, വാർഡൻ റൂം, ക്രിയേഷൻ റൂം, 2 ലിഫ്റ്റുകൾ തുടങ്ങി നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ മാനദണ്ഡപ്രകാരമുള്ള രീതിയിലാണ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. കോന്നി മെഡിക്കൽ കോളേജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഓഫീസിലും ഒരു ഫയലും തങ്ങി നിൽക്കാതെ വളരെ വേഗം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഇടപെടലൊക്കെ ഭാഗമായി നമ്മൾ ആവശ്യപ്പെട്ട തസ്തികകളെല്ലാം നമുക്ക് അനുവദിച്ച് തന്നിരിക്കുകയാണ്. കോന്നി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി 37 അധ്യാപക തസ്തികകളും ഒരു ലേ സെക്രട്ടറി തസ്തികയും സൃഷ്ടിച്ചു. കൂടാതെ എമർജൻസി മെഡിസിൻ വിഭാഗവും ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗവും ആരംഭിക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. എമർജൻസി മെഡിസിൻ വിഭാഗത്തിനായി 4 തസ്തികകളും PMR വിഭാഗത്തിൽ 2 തസ്തികകളും പുതുതായി സൃഷ്ടിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിന് സർവേ തുടങ്ങി. പാലക്കാട് പട്ടാമ്പി അമൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും അക്കര ഫൗണ്ടേഷൻ കാസർഗോഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രവർത്തനം. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ പരിചരണവും സംരക്ഷണവും നൽകുന്ന പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത്. ജീവകാരുണ്യ രംഗത്തെ സജീവ സാന്നിധ്യമായ പട്ടാമ്പി അമൽ കൂട്ടായ്മയുടെയും അക്കര ഫൗണ്ടേഷൻ കാസർഗോഡിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന പദ്ധതിക്ക് മുന്നോടിയായി സർവേ നടത്തിയിരുന്നു. ഇതിലൂടെ കണ്ടെത്തിയ കുട്ടികളുടെ സ്ക്രീനിംഗ് ക്യാമ്പാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയത്. ഏകദേശം 5ഓളം ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ ഉണ്ട്. അവരാണത് കണ്ടെത്തി അവർക്ക് ആവശ്യമായ ചികിത്സ ആവശ്യമായത് എന്താണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് രക്ഷിതാക്കളോട് പറയുന്നത്. തുടർ ചികിത്സയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സെന്ററിനെ അവർക്ക് സമീപിക്കാം. ക്യാമ്പിൽ 60-ലധികം കുട്ടികൾ പങ്കെടുത്തു. ഇതിലൂടെ കണ്ടെത്തുന്ന കുട്ടികൾക്ക് സൗജന്യ നിരക്കിലും പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക്
സൗജന്യമായും ആവശ്യമായ വൈദ്യസഹായവും കുട്ടികളുടെ ഉന്നമനത്തിന് ആവശ്യമായ സഹായങ്ങളും ഉറപ്പാക്കാനാണ് ശ്രമം. ന്യൂസ് 18 പട്ടാമ്പി. അപകടങ്ങൾ പതിവായിട്ടും കണ്ണൂർ തളിപ്പറമ്പ് പോവത്ത് സുരക്ഷയൊരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതി. റോഡിന്റെ അപകട സാധ്യത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎസ്പിക്ക് പരാതി നൽകി ദിവസങ്ങൾക്കുള്ളിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഇതേ റോഡിൽ അപകടത്തിൽ മരിച്ചു. ചുരുങ്ങിയ കാലത്തിനിടെ വാഹനാപകടങ്ങളിൽ നിരവധി പേർക്കാണ് ഇവിടെ ജീവൻ നഷ്ടമായത്. തളിപ്പറമ്പ് കൂർഗ് ബോർഡർ റോഡിൽ കാഞ്ഞിരങ്ങാട് RTO ഗ്രൗണ്ടിനും പൂവം ടൗണിനും ഇടയിലാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിനടുത്തുള്ള ഈ വളവ്. ജീവഹാനി സംഭവിച്ചതിലും കൂടുതൽ വരും ഇവിടെ നിന്നും പരിക്കേറ്റവരുടെ എണ്ണം. തൊട്ടടുത്തുള്ള സ്കൂൾ, ആരാധനാലയം എന്നിവിടങ്ങളിലേക്ക് ഈ റോഡ് മുറിച്ചു കടന്നു വേണം എത്താൻ. റോഡിലെ അപകട സാധ്യത പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് കോൺവെന്റ് സ്കൂളിലെ മദർ സുപ്പീരിയർ സിസ്റ്റർ സൗമ്യ ഒരു മാസം മുമ്പാണ് തളിപ്പറമ്പ് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത്. എന്നാൽ നടപടി ഉണ്ടായില്ല എന്നു മാത്രമല്ല, ഇതേ സ്ഥലത്ത് വെച്ച് വാഹനമിടിച്ച് പ്രിൻസിപ്പൽ മരിക്കുകയും ചെയ്തു. രാവിലെ കുർബാനയ്ക്കായി പള്ളിയിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു ദാരുണ സംഭവം. സെന്റ് മേരീസ് കോൺവെന്റ് വരെ പൂവം ജംഗ്ഷനടുത്തുള്ള ഈ സ്ഥലം വളരെ അപകടം പിടിച്ചൊരു സ്ഥലമാണ്. ഇപ്പോൾ ഞാൻ തന്നെ പല അപകടങ്ങളും നേരിട്ട് കാണാൻ ഇടയായിട്ടുണ്ട്. ഇപ്പോൾ സിസ്റ്ററിൻ്റെ മരണമാണ് ഏറ്റവും അവസാനമായിട്ട് സംഭവിച്ച ഏറ്റവും ദാരുണമായിട്ടുള്ള സംഭവം. സിസ്റ്റർ കഴിഞ്ഞ ആഴ്ച DSPക്ക് ഒരു പരാതി കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. സിസ്റ്ററിൻ്റെ ഈ ദാരുണ മരണം അത് അവസാനത്തെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുവാനായിട്ട് അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു. അമിത വേഗതയിൽ കടന്നുപോകുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കാൻ അധികൃതർക്ക് കഴിയാത്തതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 തളിപ്പറമ്പ്. പ്രഭാത കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.